മുൻനിർത്തി ഈ റബീഉൽ അവ്വലിൽ ഞങ്ങൾ പാരായണം ചെയ്ത മൗലികളെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. ഈ മാസത്തിൽ ഞങ്ങൾ നടത്തിയ മുഴുവൻ മജ്ലിസുകളും നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാ മജ്ലിസിലും മുത്തുനബിയുടെ പൊരുത്തവും ഇഷ്ടവും നൽകണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളൊക്കെ ഹൃദയത്തിൽ നബിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണം അല്ലാഹ്. മുത്തുനബിയുടെ തിരുചര്യകൾ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളാരെയും നീ ഖായിബാക്കല്ല അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളൊക്കെ മനസ്സിൽ എല്ലാ മജ്ലിസിലും പറയാറുണ്ട്, എല്ലാവരുടെ മനസ്സിലും ഓരോ ഉദ്ദേശങ്ങളാണ്. എല്ലാ ഉദ്ദേശങ്ങളും റബ്ബായ നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും റാഹത്തും നൽകണം അല്ലാഹ്. പ്രയാസങ്ങൾ നീ നീക്കി തരണം റഹ്മാനെ. പ്രയാസങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. പഠിച്ചോനെ, ഇവിടെ ഒരുമിച്ചുകൂടെ ഞങ്ങളൊക്കെ വേണ്ടപ്പെട്ടവർ പലരും ആറടി മണ്ണിലാണ്. പലരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, വലിയുപ്പമാർ, വലിയുമ്മമാർ, പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ ആളുകൾ, ഷമീർക്കയുടെ ഉപ്പയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഇവിടെ പറഞ്ഞു പോയവർ, പഠിച്ചോനെ എല്ലാവരുടെ ഹദറത്തിലേക്കും ഞങ്ങളുടെ മജ്ലിസുകളുടെ സവാബിനെ നീ എത്തിക്കണം റഹ്മാനെ. അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദുആ ചെയ്യലാണ്, സുഹൃതങ്ങൾ ഹദിയ ചെയ്യലാണ്. അവരുടെ ഖബറിലേക്കൊക്കെ നീ എത്തിക്കണം അല്ലാഹ്. അവരുടെ ഖബറിൽ നീ വലിയ സന്തോഷം നൽകണം റഹ്മാനെ. പഠിച്ചോനെ, സ്വർഗീയ സന്തോഷങ്ങൾ നൽകണം അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ആറടി മണ്ണിൽ താഴെ പോയി കിടക്കേണ്ടവരാണ്. അന്ന് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലാഹുവേ, നിനക്ക് മാത്രമേ അറിയൂ. ഞങ്ങളെ ഖബർ ജീവിതം നീ നന്നാക്കി തരണം റഹ്മാനെ. ഇന്ന് പുതുപുത്തൻ വസ്ത്രം ധരിച്ച് തുറക്ക പൂശി നല്ല രൂപത്തിൽ ഞങ്ങൾ ആളുകൾക്കിടയിലൂടെ നടക്കുന്നു. നാളെ വെറും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് മുഖത്തിൽ നിന്ന് തുണി നീക്കി നേരെ മണ്ണിൽ വെക്കുന്നു. പഠിച്ചോനെ, ഞങ്ങൾ ഖബർ ജീവിതം നന്നാക്കി തരണം അല്ലാഹ്. ഈ മജ്ലിസുകളൊക്കെ അതിന് നീ കാരണമാക്കണം റഹ്മാനെ. പഠിച്ചോനെ, ഞങ്ങളോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് പേരക്കുട്ടികളില്ലാത്തവർ ഉസ്താദേ ഒരു കുഞ്ഞിക്കാരെ കാണണം, പ്രത്യേകം ദുആ ചെയ്യണം. പറ്റുമെങ്കിൽ എല്ലാ മജ്ലിസുകളും ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തിയവരുണ്ട്. പഠിച്ചോനെ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണം റഹ്മാനെ. മക്കളുള്ളവരുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ടും മക്കളെ കൊണ്ടും ഞങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം റഹ്മാനെ. പഠിച്ചോനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ഒരു ദിവസം എത്രയോ തവണ ഞങ്ങൾ വാഹനത്തിൽ കയറാറുണ്ട്. നിന്റെ ഹിഫ്ള് നൽകണം റഹ്മാനെ, നിന്റെ കാവല് നൽകണം അല്ലാഹ്. പഠിച്ചോനെ, റോഡുകളിൽ വീണ് വാഹനം ശരീരത്തിൽ കയറി റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളെ അവിടെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ നൽകല്ല അല്ലാഹ്. മരണം വരെ ഞങ്ങൾക്ക് പൂർണ്ണ സ്വിഹത്ത് നൽകണം റഹ്മാനെ. ആരോഗ്യം നൽകണം അല്ലാഹ്. പഠിച്ചോനെ, ഈ മജ്ലിസിൽ തന്നെ രോഗം ബാധിച്ചവരുണ്ട്, ഷുഗർ വന്ന് എന്നും മരുന്ന് കുടിക്കുന്നവരുണ്ട്, അതുപോലെ കൊളസ്ട്രോളും പ്രമേഹവും മറ്റുള്ള പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ട്. എല്ലാം നീ നോർമലാക്കി തരണം റഹ്മാനെ, നീ ഷിഫയാക്കി തരണം റഹ്മാനെ. പഠിച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ അധിക സദസ്സുകളും പങ്കെടുക്കുന്ന സഹോദരൻ്റെ പെങ്ങൾ ക്യാൻസർ ബാധിച്ച് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു. പലപ്പോഴും പല മജ്ലിസുകളിലും മഹ്ദറത്തുൽ ബദ്രിയിലും മറ്റുമൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. പരിപൂർണ ശിഫ നൽകണം അല്ലാഹ്. വേദനകൾ നൽകി നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. പഠിച്ചോനെ, നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ ഇഖ്വാനുകൾ, ഞങ്ങളെ സഹോദരന്മാർ ഫലസ്തീനിൽ വല്ലാതെ പ്രയാസപ്പെടുന്നു. കണ്ട് ഇപ്പോൾ കാണാൻ കഴിയാത്ത അവസ്ഥയായി. സോഷ്യൽ മീഡിയ വീഡിയോ വന്നാൽ കാണാൻ കഴിയാതെ നീക്കിപ്പോവുകയാണ് പതിവ്.
പല കുട്ടികൾ ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണരുന്നത് മിസൈലിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടിട്ടാണ്. പലരും എല്ലാം വിട്ടെറിഞ്ഞ് കിട്ടിയ വാഹനത്തിൽ, തകർന്ന വാഹനത്തിൽ ഏതോ നാട്ടിലേക്ക് പലായനം ചെയ്യുന്നു. പല ആളുകൾ കാലില്ലാതെ കൈയില്ലാതെ പ്രയാസപ്പെടുന്നു. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാരകമായ രോഗം വരുന്നു, ഹാൻഡിക്യാപ്പ്ഡാകുന്നു. ഇങ്ങനെ അവിടുത്തെ അവസ്ഥ വല്ലാതെ ദയനീയമാണ്. റബ്ബായ നീ അല്ലാമുൽ ഗുയൂബാണ്. ഇങ്ങനെ നീ പ്രവർത്തിക്കുന്നതിൻ്റെ ഹിക്മത്ത് നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ സാധാരണക്കാരായി ഇൽമു കുറഞ്ഞ ഞങ്ങൾക്കിതൊന്നും കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. പഠിച്ചോനെ നീ അവർക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. അവർക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ. അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ പാർപ്പിടവും നീ നൽകണം അല്ലാഹ്. പഠിച്ചോനെ ഞങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ള അവസ്ഥ നീ നൽകല്ല റഹ്മാനെ. ആ രൂപത്തിൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം അല്ല, ലോകത്തിലുള്ള മുഴുവൻ മുസൽമാനും നീ ഇസ്സത്ത് നൽകണം അല്ലാഹ്. നീ പ്രതാപം നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ തരം താഴ്ത്തല്ല അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ ഖബൂലാക്കണം റഹ്മാനെ. ഈ മജ്ലിസ് നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം റഹ്മാനെ. ഇത് നിലന്ന് കിട്ടിയാൽ ഞങ്ങൾക്കൊക്കെ ഖബറിൽ പോയി കിടക്കുമ്പോൾ മെച്ചമാണ്, സന്തോഷമാണ്. ഈ മജ്ലിസ് ഞങ്ങളെ തലമുറകൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്തി അതിൻ്റെ പ്രതിഫലം ഖബറിലേക്ക് വരുന്നൊരവസ്ഥാവിശേഷം നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ തുടക്കകാലം മുതൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചവർ, ഇത് കൊണ്ടു നടന്നവർ, ഇത് ചൊല്ലിയവർ, അതിൽ പങ്കെടുത്തവർ, ഇതുമായി ബന്ധപ്പെട്ടവർ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. പഠിച്ചോനെ അവരിലേക്കൊക്കെ ഞങ്ങളുടെ മജ്ലിസിൻ്റെ പരിപൂർണ സന്തോഷത്തെ നൽകണം റഹ്മാനെ. അവരെ നീ സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെയും നീ അഖിലുകാരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. പഠിച്ചറബേ, റബീഉൽ അവ്വൽ 29 രാവാണ്. നാളത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റബീഉൽ ആഖിറായേക്കാം. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല അല്ലാഹ്. അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല അല്ലാഹ്. ഒരുപാട് റബീഉൽ അവ്വലുകളും റമദാനും മറ്റു പുണ്യമേറിയ മാസങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിലൊക്കെ സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കി സന്തോഷത്തോടെ സലാം പറഞ്ഞേക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ശിഷ്ടകാലം നിന്റെ ത്വഅത്തിലായി സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ ഖബൂലാക്കണം റഹ്മാനെ. اللهم إنا نسألك من الخير ما سألك من عبدك ونبيك محمد صلى الله عليه وسلم ونعوذ بك ما استعاذك من عبدك ونبيك محمد صلى الله عليه وسلم أنت المستعان وليك البلاء ولا حول ولا قوة إلا بالله. പഠിച്ചോനെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ പലരും അധികം ഈ മജ്ലിസുകളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു പ്രതിഫലം പറ്റാതെയുള്ള സേവനമാണ്. വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഐശ്വര്യം നൽകണം അല്ലാഹ്. കണ്ട പ്രതിഫലം നൽകണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.